ഒരു സ്നേഹ സ്വാന്തനം ഡബിൾ ഇൻവെർട്ടഡ് കോമ എന്ന ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഓഞ്ഞ എന്ന് വെച്ചാൽ ഒപ്പമുണ്ട് ഞങ്ങൾ എന്ന ജീവകാരുണ്യ സംഘടനയ്ക്കും വിശിഷ്യ അതിന്റെ എല്ലാമായ ആജീവനാന്ത പ്രസിഡന്റും സ്വർണ്ണപ്പണയത്തിന്മേൽ പണം കടം കൊടുക്കപ്പെടും എന്ന ജീവകാരുണ്യ ധനകാര്യ സ്ഥാപനത്തിന്റെ പാവപ്പെട്ട മുതലാളിയുമായ ശ്രീമാൻ കോതണ്ണൻ ചിത്രവിലാസം അവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അകമഴിഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടി, ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നാം എന്തിനാണ് ഇത്രയധികം ധനം കുന്നുകൂട്ടി വയ്ക്കുന്നത്? ഇതുവല്ലം മരിക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതല്ലേ അതിന്റെ യാഥാർത്ഥ്യം. മറിച്ച് നമ്മുടെ ജീവിതാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം മിച്ചം വരുന്ന തുകയുടെ ഒരു വിഹിതം ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുമല്ലെങ്കിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് അല്പം പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഹതഭാഗ്യരായ മനുഷ്യർ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി ആ പണം നൽകി അവർക്കൊരു കൈത്താങ്ങായി നമ്മുടെ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കണമെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരിചന്ദ്ര, അഗതിയോ? നിന്നെ സമ്മതിച്ചിരിക്കുന്നല്ലയോ? ഇന്നലെ എന്തായിരുന്നു പ്രകടനം? പ്രകടനോ? ഇന്നലെ ഞാൻ പ്രകടനത്തിനൊന്നും പോയില്ലല്ലോ. ആ പ്രകടനമല്ല, ഇന്നലത്തെ നിന്റെ പ്രസംഗം ഓറായിരുന്നില്ലേ? തകർത്തു. കാര്യമാത്ര പ്രസക്തവും ഗംഭീരവുമായിരുന്നു. കുറെ പേര് വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചായിരുന്നു. ഈ മെസ്സേജ് വന്നിട്ടേ ഈ ഫോൺ പോലും ഹാങ് ആയിരിക്കുക. ഇതൊക്കെ നിനക്ക് എങ്ങനെ സാധിക്കുന്നതാവുകയെ? അതെന്താവുകയെ അങ്ങനെ പറഞ്ഞത്? വേറൊന്നും കൊണ്ടല്ല, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ മലയാളം പോലും ശരിക്കും എഴുതാനും വായിക്കാനും അറിയാൻ വയ്യാതെ തോറ്റ് തൊപ്പിയിട്ട് കിടന്നതല്ലോടാ നീ. ഇതാടാ അസൂയ എന്ന് പറയുന്നത്. അല്ലല്ലയാ, ഇത് ഞാൻ അഭിനന്ദിച്ചതാ, ശരിക്കും അഭിനന്ദിച്ചതാ. അന്ന് തോറ്റ് തുന്നമ്പാടി നിന്നെങ്കിൽ എന്താ, ഇന്ന് ഒന്നാം തരമായിട്ട് ജീവിക്കാൻ പഠിച്ചില്ലോടാ ഞാൻ. അത് ശരിയാ. എടാ, പഠിച്ചു വലിയ മിടുക്കന്മാരായിട്ട് ജോലിയൊക്കെ വാങ്ങിച്ച നിന്നെയൊക്കെക്കാളും നല്ല സൗകര്യത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ കയ്യിൽ ആവശ്യത്തിന് കാശുമുണ്ട്. ഈ അസൂയാലുകൾ പറയുന്ന പോലെ പൂത്ത കാശ്. അതേതായാലും നന്നായി. അപ്പൊ നീ എന്നെ അഭിനന്ദിക്കാൻ തന്നെയാണോ ഇങ്ങോട്ട് വന്നേ? അല്ലളിയാ. അല്ലേ? അല്ല ആണ്. ഓശോ, അതല്ലളിയാ. അളിയൻ എന്നെ ഒന്ന് സഹായിക്കണം, വളരെ അത്യാവശ്യമാണ്. അത് ശരി. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം ഒന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല അല്ലയോ? ഓ, അതൊക്കെ ഉണ്ട്. പിന്നെ ഒന്നും പറയണ്ടല്ലയാ, നമ്മുടെ ഒരു സുഹൃത്തിന് ലോൺ എടുക്കാൻ വേണ്ടി എൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്തേ. അവൻ ലോൺ അടയ്ക്കാത്തതുകൊണ്ട് ഇപ്പം എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോണ്ടിരിക്കുക. വലിച്ച് എടാ, നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിച്ചിരിക്കണം. പിന്നെ വലിച്ച് അയാളുടെ ഒരു ഉപദേശം. ഈ പിടിയും വലിയ കഴിഞ്ഞിട്ട് പിന്നെ എന്താ കിട്ടാനാ? ഉള്ളത് പറയാമല്ലോ, ആകെ ദാരിദ്ര്യ. അത് ശരി. നിക്കക്കള്ളി ഇല്ലാത്തോണ്ടാ. അളിയന് ഇപ്പോൾ ഒരു 10,000 രൂപ തന്നാൽ അടുത്ത മാസം ഞാൻ എങ്ങനെയല്ലേ തിരിച്ചു തരാം. വേണ്ടേ? അളിയൻ ഇപ്പോഴാളിയാ യഥാർത്ഥ അളിയനായത്. അളിയൻ ഇപ്പോഴാളിയാ യഥാർത്ഥ ഹരിചന്ദ്രനായത്. വിട് പറയട്ടെ. ഈ 10,000 രൂപ ഞാൻ നിനക്ക് തന്നെങ്കിലല്ലേ നീ എനിക്കത് തിരിച്ചു തരേണ്ട കാര്യമുള്ളൂ. തന്നില്ലെങ്കിൽ തിരിച്ചു തരണോ? വേണ്ട. അതാ ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ നിനക്ക് തരാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. എന്തിനാ കിണിക്കുന്നേ? അല്ലേ, ചിരിച്ചു പോകത്തില്ല. പിന്നെ കൈത്താങ്, സ്നേഹസാന്ത്വനം, മാങ്ങാത്തലി. എടാ അഗതി, പ്രസംഗം ഒന്ന്, പ്രവൃത്തി വേറൊന്ന്. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എടാ, നമ്മുടെ ദാരിദ്ര്യം എന്തിനാടാ മറ്റൊരുത്തരോട് പറയാൻ പോകുന്നേ?
അതുകൊണ്ട് എന്തായാലും പിന്നെ 10,000 രൂപ തികച്ചെടുക്കുക കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ മോക്ക് ഫീസ് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഇച്ചിരി പൈസ ഉണ്ട്. അത് അത്യാവശ്യമാണെങ്കിൽ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത മാസം തിരിച്ചു തരണം. അയ്യോ ആ